രാജ്യവിരുദ്ധ പ്രവൃത്തികൾ, ചാരവൃത്തി, ബലാത്സംഗം, കൊലപാതകം, ഭീകരപ്രവർത്തനം, മനുഷ്യക്കടത്ത്, നിരോധിത ഭീകര സംഘടനയിലെ അംഗത്വം തുടങ്ങിയവയ്ക്ക് കുറ്റം ചുമത്തപ്പെട്ട വിദേശികളെ ഇന്ത്യയിൽ കടത്തില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇവരെ ഇന്ത്യയിൽ കഴിയാൻ അനുവദിക്കില്ലെന്നും വ്യക്തമാക്കി. ഇതു സംബന്ധിച്ച ഉത്തരവും വിദേശകാര്യ മന്ത്രാലയം ഇറക്കി. അടുത്തിടെ കൊണ്ടുവന്ന കുടിയേറ്റവും വിദേശികളും സംബന്ധിച്ച നിയമപ്രകാരം സംസ്ഥാന സർക്കാരുകളും കേന്ദ്രഭരണ പ്രദേശങ്ങളും തടങ്കൽ പാളയങ്ങൾ സ്ഥാപിക്കണം. കുടിയേറ്റ നിയമലംഘനങ്ങൾക്ക് അറസ്റ്റിലാകുന്ന വിദേശികളെ നാടുകടത്തും വരെ പാർപ്പിക്കുന്നതിനാണിതെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ഏതുതരം ഇന്ത്യൻ വിസയ്ക്കും ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡിനും അപേക്ഷിക്കുന്നവരുടെ ബയോമെട്രിക് വിവരങ്ങൾ അപേക്ഷാവേളയിൽ അധികൃതർക്ക് കൈമാറണം. അതിർത്തി രക്ഷാസേനകളും തീരരക്ഷാസേനയും അനധികൃത കുടിയേറ്റക്കാരെ പിടികൂടി ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിക്കണം. അതിനുശേഷം അവരെ തിരിച്ചയക്കുകയും ശേഖരിച്ച വിവരങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദിഷ്ട പോർട്ടലിലേക്ക് കൈമാറുകയും വേണം. സാധുവായ വിസയുള്ള വിദേശിയാണെങ്കിലും സിവിൽ അധികൃതരുടെ അനുമതിയില്ലാതെ ഊർജ ജല വിതരണ മേഖലയിലെയും പെട്രോളിയം മേഖലയിലെയും സ്വകാര്യ സംരംഭങ്ങളിൽ ജോലി സ്വീകരിക്കരുത്. ഇന്ത്യയിൽ ചലച്ചിത്രമോ ഡോക്യുമെന്ററിയോ പ്രദർശനങ്ങളോ നടത്തണമെങ്കിൽ വിദേശികൾ രേഖാമൂലം അനുമതി വാങ്ങണം. പർവ്വതാരോഹണത്തിനും സംരക്ഷിത മേഖലയിലോ നിയന്ത്രിത മേഖലയിലോ കടക്കുന്നതിനും താമസിക്കുന്നതിനും ഇതാവശ്യമാണ്. എന്നാൽ അഫ്ഗാനിസ്ഥാൻ, ചൈന, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരെ നിയന്ത്രിത മേഖലകളിൽ കടത്തില്ല. ഇന്ത്യക്ക് പ്രവേശനം നിരോധിച്ചിട്ടുള്ള വിദേശികളുടെ പട്ടിക ബ്യൂറോ ഓഫ് ഇമിഗ്രേഷൻ കാലാകാലം പുതുക്കി സൂക്ഷിക്കും.